ഇന്നിപ്പോ തൊപ്പിയൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. വേറൊന്നല്ല, ഇന്നത്തെ പണി പച്ചക്കറിയുടെ തൈകൾ നട്ടു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ തൈകളൊക്കെ വെച്ചിട്ടുള്ളത് റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാട്ടോ. ഇപ്പൊ നല്ല വെയിലുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ചെറിയ മഴയും വരും. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനത്തെ തൊപ്പി ഇട്ടാൽ പെട്ടെന്ന് നട്ടു കൊടുക്കാനൊക്കെ കഴിയും. നമ്മളാണെങ്കിൽ നനയുമില്ല. അപ്പൊ നല്ല വെയില കുഞ്ഞോളെ വേമ്പാ. അപ്പൊ നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാട്ടോ തൈകളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. നമ്മൾ 2 ദിവസം മുന്നേ ചെണ്ടുമല്ലി നടുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പച്ചക്കറി നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. അപ്പൊ ഇതാ പച്ചമുളക് ഉണ്ട്. ഇത് 2 ഐറ്റം പച്ചമുളക് ഉണ്ട് കേട്ടോ. ബുള്ളറ്റും ഉണ്ട്, അതുപോലെ തന്നെ സിറായിനത്ത് പെട്ട നമ്മൾ നീളം പച്ചമുളക്. ഇത് നമ്മൾ കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കുന്ന ബുള്ളറ്റ് മുളക്. പിന്നെ ഇതാ വഴുതന. അപ്പുറത്തെ ഇവിടെ തക്കാളി നമ്മൾ കുറച്ച് ചട്ടിയിൽ നട്ട് ബാക്കി ഇതാട്ടോ. ഇന്ന് നമ്മൾ നടാൻ പോകുന്ന തൈ ഇതൊന്നല്ല, ഇന്ന് നമ്മൾ നടാൻ പോകുന്ന ക്യാബേജ് ആട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ക്യാബേജ് നടുന്നത് വെച്ചാൽ എല്ലാവരും ചോദിക്കും തണുപ്പ് കാലമല്ലല്ലോ ഈ സമയത്ത് ക്യാബേജ് ആയിട്ട് ഉണ്ടാവുമെന്ന്. അപ്പൊ നമ്മൾ നടുന്ന തയ്യേ ഇത് ഓൾ സീസൺ ക്യാബേജ് ആട്ടോ. നമുക്ക് എല്ലാ സമയവും വിളവ് കിട്ടുന്ന ക്യാബേജ് ആണ് ഇത്. മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല കൂടി കിട്ടും. മഴയായാലും വേനലായാലൊക്കെ കൂടി കിട്ടും. തണുപ്പ് വേണമെന്നില്ല. മറ്റേ നമ്മൾ ശീതകാല സമയത്ത് നടുന്നത് തണുപ്പിന് മാത്രം ഉണ്ടാകുന്ന ക്യാബേജാണ്. അത് നമ്മൾ നടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതാ ഈ ക്യാബേജ് നട്ട് വിളവെടുക്കണം. അപ്പോൾ കുറച്ച് ചെറിയ തൈകളാട്ടോ. കണ്ടില്ലേ, നമ്മളൊരു 700 തൈ നടുന്നുണ്ട്. 7 ട്രേ തൈകളാണ്. അതിലിപ്പം നട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ സ്ഥലമൊക്കെ റെഡിയാക്കി വെച്ചില്ല, 2 ദിവസം മുന്നേ സ്ഥലം റെഡിയാക്കി ഇന്നലെ നട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചാണ്. ഇന്നലെ രാവിലെ നല്ല മഴ. ഇന്നിപ്പോൾ മഴ മാറിയതുകൊണ്ട് നാസർക്ക് രാവിലെ തന്നെ പോയിട്ട് നടുന്നുണ്ട്. അപ്പം ഞാൻ നമ്മളെ പശുവിൻ്റെ പണികളും അതുപോലെ ആടിന് തീറ്റയൊക്കെ കൊടുത്ത് ഇപ്പം ഇറങ്ങിയതാണ്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്ക് നല്ല വെയിൽ. ചെറിയ തൈകളാട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചയും കൂടെ ഒക്കെ വേണമെങ്കിൽ റെയിൻ ഷെൽട്ടറിൽ വെക്കാം. പക്ഷെ ഇപ്പം നല്ല കാലാവസ്ഥ കിട്ടി. നല്ല മഴ പെയ്താൽ നമുക്ക് തൈകൾ വെച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പോലെ ഇവിടെ നമ്മൾ നട്ടു കൊടുക്കുന്നത്. രാവിലെ നാസറൊക്കെ നടുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടും. ഇപ്പൊ നല്ല വെയിൽ. ഞാൻ തൊപ്പിയിട്ടപ്പോ നല്ല വെയിലായില്ല. നാസറൊക്കെ ഇപ്പൊ നല്ല വെയിലാണല്ലോ. എത്ര ട്രേ നട്ട്? ഞാൻ ഇപ്പൊ എടുത്ത 4ാമത്തെ അല്ലേ? അതിന് 3 ട്രേ അവിടെ ഉണ്ട്. ആ, അപ്പൊ ഇതാ ഇവിടെയൊക്കെ നാസറൊക്കെ തൈ നട്ടതാണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥ ഇട്ടിട്ട് വേഗം നട്ടു അല്ലേ? ഇതുണ്ടല്ലേ തൈകൾ വെച്ച്. നമ്മൾ കൂടുതൽ തൈകൾ എല്ലാ തൈകളും ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാത്ത എന്താ അറിയോ, ഇടയ്ക്ക് മഴ വരുന്നുണ്ട്. അപ്പൊ ട്രേയിലെ തൈകൾ കേടായിപ്പോവും. അപ്പൊ നടാനുള്ള ട്രേ മാത്രം നമ്മൾ എടുത്തു വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ കുഴികളും കാര്യങ്ങളും എടുത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും എല്ലാ വീഡിയോയിലും കാണിക്കലാണ്, ഒന്നുകൂടെ കാണിച്ചു തരാം. അതങ്ങോട്ട് അതാ നമ്മളെ ചെണ്ടുമല്ലിയൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. 2 ദിവസം കുറച്ച് മഴ കൂടിപ്പോയി. അധികം മഴ വന്നാൽ തൈകൾ പൊന്താൻ ബുദ്ധിമുട്ടാവും. അതാ ഒന്ന് തെളിച്ചം വന്നോണ്ട് കണ്ടോ, നല്ല വെയിലൊക്കെ വന്ന വേഗം കയറി വരും. എല്ലാ തൈകളും ഇടയ്ക്കൊക്കെ നമ്മൾ പോക്ക് തൈ നട്ട് തവളയുടെ വെട്ടുണ്ടായിട്ടോ. നല്ല മിനിഞ്ഞാന്ന് നമ്മൾ കുറച്ച് നട്ടു കൊടുത്തിരുന്നില്ല. പിന്നെ മഴ കൊണ്ട് നമുക്ക് നടാനൊന്നും പറ്റിയില്ല. ഒന്ന് നോക്കണം ഇനി ഏതെങ്കിലുമൊക്കെ തവളയൊക്കെ ഇങ്ങനെ വെട്ടിപ്പോവും. ഇതിലൊക്കെ ഡബിളൊക്കെ നട്ടുണ്ട്. അപ്പൊ ഇതാ കുഴി നമ്മളെ ചെണ്ടുമല്ലി നട്ടയിലും കുറച്ചുകൂടെ അടുപ്പിച്ചിട്ടാട്ടോ നമ്മൾ ഇതിന് കുഴിയെടുത്ത് ഒരു 1/2 അടി ഗ്യാപ്പ് വെച്ചിട്ട് ഇതാ നല്ല ആട്ടിൻകാഷ്ടൊക്കെ ഇട്ട് വെച്ചാണ് സംഭവം. മിനിഞ്ഞാന്ന് ഇട്ട് വെച്ചിട്ട് ഇന്നലെ നമുക്ക് നടാന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഞായറാഴ്ച അല്ലേ, രാവിലെ ഇരുന്നാൽ വേഗം നട്ട് തീർക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നലെ നല്ല മഴയും വന്നു. അപ്പോൾ അത് കറക്റ്റ് 1/2 അടി ഗ്യാപ്പ് വെച്ച് കുഴികളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഇനി ഒരു തലേന്ന് ഞാനും നട്ടുവരാം. അപ്പുറത്ത് നാസറക്കി നട്ട് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് നോക്ക്, ഈ മുളച്ചതൊക്കെ ചീര കേട്ടോ. ഇഷ്ടംപോലെ ചീര പടുമുളയായിട്ട് മുളയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ക്യാബേജ് പൊന്തുന്ന വരെ നമുക്ക് ചീര ഇവിടെ നിർത്താം. ഒരു വിളവൊക്കെ കിട്ടും ചീരേന്റെ. പിന്നെ നമ്മൾ ഇതിന് മണ്ണ് കയറ്റുന്ന സമയത്ത് ചീര ചെത്തി കളയേണ്ടി വരും. നമ്മൾ ഏരി എടുക്കുമ്പോൾ ഇത് നോക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 1/2 അടി ഗ്യാപ്പ് മതി. ഇങ്ങോട്ട് നമ്മളിതാ ഇവിടെ ഇപ്പം പൈപ്പ് വന്നുകൊണ്ടാണ് ഇപ്പുറം സൈഡും 2 സൈഡും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ മണ്ണ് വലിച്ചു കൊടുക്കും. ആ ഒരു ഗ്യാപ്പ് ഇടണം കേട്ടോ. അപ്പോൾ ഒരടിയിലും 3/4 അടിക്ക് വെച്ചിട്ട് ഗ്യാപ്പ് ഇടുന്നുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് നടന്നു പോകാനും അവിടുന്ന് മണ്ണ് കുത്തിയെടുക്കാനുള്ളതാണ്. നമുക്ക് അരിക്ക് വെക്കുമ്പോൾ ചെണ്ടുമല്ലിക്കും എല്ലാത്തിനും നമ്മൾ അരിക്ക് വെച്ചു കൊടുക്കും. ഇതുണ്ടല്ലേ ചെറിയ തയ്യ, പക്ഷെ തൈ അത്ര ഒരു ക്വാളിറ്റി ഇല്ല. ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാണെന്നറിയില്ല. ശരിക്കും നമ്മുടെ ക്യാബേജൊക്കെ സീസണിൽ നടന്ന ക്യാബേജൊക്കെ ഇതിലും തൈകൾ ഉഷാറുണ്ടാവും. പിന്നെ നമുക്ക് ഓൾ സീസൺ കിട്ടിയപ്പോൾ നമ്മൾ വേഗം കൊണ്ട് വാങ്ങിച്ചതാ. ഇതൊക്കെ ഓർഡർ അനുസരിച്ച് അവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. പക്ഷെ എല്ലാവരും ഈ സമയത്ത് ക്യാബേജ് നടുവില്ല. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞ് പച്ചമുളകും വഴുതന തക്കാളിയൊക്കെ എപ്പോഴും കിട്ടും. നമുക്കായിട്ട് അവർ വിത്ത് റെഡിയാക്കി തൈ സെറ്റാക്കി തന്നതാണ്. പിന്നെ നമ്മളിത് ട്രേയിലൊക്കെ വെച്ച് ഇപ്പം നടാൻ സമയമില്ല. നമുക്ക് സീസണിലൊക്കെ കുറച്ച് കൂടുതൽ ചെയ്യുമ്പോൾ പറ്റും. ഇപ്പോൾ കുറഞ്ഞ ട്രേ ഒക്കെ നമ്മൾ അതിന് മെനക്കെട്ടാലേ നമ്മൾ മറ്റു പണികളൊക്കെ അവിടെ
പെൻഡിങ് ആയി പോവും. പിന്നെ ഇതിൻ്റെ വിത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടാനും പണിയാവും, ഓൾ സീസൺ ആയതുകൊണ്ട്. മറ്റേ സീസണായി കഴിയുമ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ വിത്തുകളൊക്കെ പഴം പച്ചക്കറി മാർക്കറ്റിൻ്റെ സൊസൈറ്റിയിലൊക്കെ വരും. ചെറിയ തൈ ആയതുകൊണ്ട് നമുക്ക് അധികം മണ്ണിടണ്ട, കണ്ടില്ലേ, കുറച്ച് മണ്ണിടുമ്പോഴത്തേക്കും തൈ മൂടിപ്പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാൾ നടുന്നതുകൊണ്ടേ ഒരാൾ ആദ്യത ട്രേയിലെ തൈകൾ ഇങ്ങനെ കുഴിയിൽ വെച്ച് പോവുക. അധികമൊന്നും വെക്കരുത്, നമ്മൾ നട്ടെത്തുന്ന രീതിക്ക് വെച്ച് പോകണം. കുറേ വെച്ച് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാലും തൈകൾ കേടായി പോകും. നമ്മൾ വേനലൊക്കെ നടുമ്പോൾ ഒരാളിങ്ങനെ ആദ്യം തൈ ഇട്ട് പോകും, നമ്മൾ എത്തുന്ന അത്ര ഏരിയയിൽ ഇട്ട് പോകും. അപ്പം നാസർക്ക കുഴിയിൽ വെച്ച് മണ്ണ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ ക്യാബേജ് മാത്രമേ നമുക്ക് ഓൾ സീസൺ ആയിട്ട് കിട്ടുള്ളൂ. ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒന്നും ഓൾ സീസൺ ഇല്ല കേട്ടോ. കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അത് നട്ടു കൊടുക്കായിരുന്നു. അതിനൊക്കെ കറക്റ്റ് തണുപ്പ് തന്നെ വേണം. ഈ ഒരു സമയം പിന്നെ നല്ല പുഴുവിൻ്റെ ശല്യം കൂടും. മഴ കുറവുള്ളതുകൊണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് പച്ചക്കറി ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ ചെണ്ടുമല്ലി ആയിട്ട സമയം നല്ല മഴയായിരുന്നു, നമ്മൾ പച്ചക്കറിയൊക്കെ കുറച്ചു. അപ്പം മഴ കുറവാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും നമുക്ക് പച്ചക്കറി തൈകളൊക്കെ നട്ടു കൊടുക്കുക. അപ്പോൾ പറ്റുന്ന എല്ലാവരും ഈ ഒരു സമയത്ത് പച്ചമുളകും വഴുതന വെണ്ട എല്ലാം നടാം. പിന്നെ ഇതുപോലെ ഓൾ സീസൺ ക്യാബേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നട്ടു കൊടുത്താൽ നല്ല ഉണ്ടാവും. മഴയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് നമ്മുടെ തൈകളൊക്കെ പെട്ടെന്ന് പൊന്തി കിട്ടും. അടഞ്ഞ മഴ ആയി കഴിഞ്ഞാൽ തൈകളൊക്കെ റെഡിയായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പൊന്തി വരാനൊക്കെ. അപ്പം എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വേഗനെ തൈകളൊക്കെ നട്ട് തീർക്കട്ടെ. നമുക്ക് ഇത് നട്ട് കഴിഞ്ഞിട്ട് വേണം ഇത് അപ്പുറം സൈഡ് കാണാം, അങ്ങോട്ട് കാണിച്ചിട്ട് ആ സൈഡിൽ മൊത്തം നമ്മളിനി പച്ചമുളക് നടുന്നുണ്ട്. അപ്പം അതിന് കുഴികളും കാര്യങ്ങളൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് ഇതേപോലെ റെഡിയാക്കിയതാണ്. അപ്പം ഇത് നട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കവിടെ പച്ചമുളക് നട്ടു കൊടുക്കാൻ. ബാക്കി പച്ചമുളകൊക്കെ നമ്മൾ ചെയ്യുന്നത് ചട്ടിയിലാണ്. നമ്മളെ ബുള്ളറ്റ് മുളകും സിറാമുളക് നീളമുളകൊക്കെ കൂടുതൽ നമ്മൾ ചട്ടിയിലും ചെയ്യുന്നുണ്ട്. അതൊക്കെ 2 ദിവസം ഇനി വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് വേഗം പണികൾ തീർക്കട്ടെ. ഇതാ മഴ വരാനായിട്ടോ, കുറച്ച് സമയം വെയിൽ കിട്ടി. ഇപ്പോൾ അതാ ഇരുണ്ട് മൂടി വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ തൊപ്പി ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുക കേട്ടോ.